മനുഷ്യർക്ക്, ബുദ്ധിമാന്മാരെന്ന് നടിക്കുന്ന മനുഷ്യർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്നേഹം. അതാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. ഒരു കോടതി മുറിയിലോ പോലീസ് സ്റ്റേഷനിലോ ദുഷ്ടന്മാരായ മനുഷ്യരുടെ നടുവിലോ ഒറ്റയ്ക്ക് നമ്മൾ വിട്ടുപോയാലുള്ള അവസ്ഥയെന്ന് ഓർത്ത് നോക്കിക്കും. അങ്ങനെയാണെങ്കിൽ നിഷ്കളങ്കനായ, ഒരു തല്ലുപിടിക്കും വഴക്കിനും പോകാത്ത, ഒരു ചീത്ത വാക്കുപോലും പറയാനറിയാത്ത ഒരു കുഞ്ഞാടിനെ പോലുള്ളൊരു മനുഷ്യൻ ന്യായാധിപതി സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, പട്ടാളക്കാരുടെ മുമ്പിൽ നിൽക്കുന്നു. അടിക്കുമ്പോൾ ഇടിക്കുമ്പോൾ അയ്യോ എന്നെ തല്ലല്ലേ എന്ന് ഒരിക്കൽ പോലും പറഞ്ഞില്ല. എൻ്റെ മുഖം ഞാൻ തീക്കല്ല് പോലെയാക്കി, അടിക്കുന്നവർക്ക് മുതുകും രോമം പറിക്കുന്നവർക്ക് കവിളും കാണിച്ചു കൊടുത്തു. എന്താ ഇതിൻ്റെ പിന്നിലുള്ള വികാരം? യെശയ്യാ 53 പറയുകയാണ്, അവൻ തൻ്റെ പ്രാണന് അകൃത്യയാഗമായി തീർന്നിട്ട് സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. എന്നെയും നിങ്ങളെയും കണ്ട്, എവിടെ കണ്ടു? സഭയിൽ നമ്മൾ ഇരിക്കുന്നത്, കൈകൊട്ടുന്നത്, സന്തോഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, കൃപകൾ പ്രാപിക്കുന്നത് കണ്ട് അവൻ തൃപ്തനാകും. അന്ന് കണ്ടു അവൻ. അതാണ് അദ്ദേഹത്തിൻ്റെ ആ സഹിക്കാനുള്ള ശക്തിയായി തീർന്നത്. അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തെ മനുഷ്യൻ്റെ തല കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല.